കോൺഗ്രസ് നേതാവായ ശശി തരൂരിന് കേന്ദ്ര സർക്കാർ ഒന്നിലധികം പദവികൾ വാഗ്ദാനം ചെയ്തു, ശരിയാണോ? വാർത്തകൾ വരുന്നുണ്ട്. ഒന്നിലധികം പദവിയല്ല, ഒരു പദവി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തരൂരിന് പദവിയൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ MP ആണല്ലോ. അതെ, പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനുമാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പദവികൾ പ്രധാനമന്ത്രിക്ക് വളരെ ഇഷ്ടമാണ്. മോസ്കോ സന്ദർശനം കഴിഞ്ഞിട്ട് തരൂർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ അഹമ്മദാബാദിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഗ്രീസിലേക്കും റഷ്യയിലേക്കും പോകുന്നു. അവിടെ പോയിട്ട് ഫ്രാൻസിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളോട് തരൂർ ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുന്ന വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രാവീണ്യം, ആളുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള സാമർഥ്യം, ഇതൊക്കെ പരക്കെ അംഗീകരിക്കപ്പെട്ടതാണ്. അംഗീകരിക്കാൻ മനസ്സുള്ളത് ഈ കുശുമ്പും കുന്നായ്മയും മാത്രം കൈമുതലായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ്. രാഹുൽ ഗാന്ധിയൊക്കെ ഈ തരൂർ എന്ന പ്രതിഭയുടെ മുന്നിൽ നിഷ്പ്രഭനാണ്. സൂര്യൻ്റെ മുന്നിൽ നിൽക്കുന്ന കരിക്കട്ടയാണ് രാഹുൽ ഗാന്ധി. ഭാഷയില്ല, ഡിപ്ലോമസി അറിയത്തില്ല, ഇടപെടാൻ അറിയത്തില്ല. ചാമിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടുപേരുടെ നിന്നാൽ കൂടുതൽ പ്രസൻറ്റബിൾ ശശി തരൂരാണ്. അതുകൊണ്ടാണ് ശശി തരൂരിനോട് എല്ലാവർക്കും അസൂയ. സൂര്യനെ പോലെ നിൽക്കുകയാണ് തരൂർ. ബാക്കിയൊക്കെ കരി പിടിച്ച കലം പോലെയാണ് ബാക്കി കോൺഗ്രസ്സുകാർ. അപ്പം തരൂർ ഇപ്പം മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, ഏറ്റവും വിശ്വസിക്കാവുന്ന ആളാണ്. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര UN അണ്ടർ സെക്രട്ടറിയോ മറ്റോ ആയിട്ട് 25 വർഷക്കാലം പ്രവർത്തിച്ച തരൂരിന് ലോകത്തെമ്പാടുമുള്ള ഡിപ്ലോമാറ്റ്സുമായിട്ടും രാജ്യങ്ങളുമായിട്ടും വലിയ ബന്ധമുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ബന്ധങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നയം, രാജ്യത്തിൻ്റെ നിലപാടുകൾ മറ്റു രാജ്യങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി അഭിമാനിക്കുകയാണ് വേണ്ടത്. കോൺഗ്രസ് ഇപ്പോൾ ഈ തരൂരിനെ ചീത്ത പറയുന്നതിന് പകരം ഈ KC വേണുഗോപാലും ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, കണ്ടില്ലേ മോദിക്ക് അവസാനം വന്നപ്പോൾ ഞങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു എന്ന് പറയുകയാണ് വേണ്ടത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വളരെ വൈകാരികമായ ഒരു അവസ്ഥ ഇന്ത്യക്കാർക്കിടയിലുണ്ട്. അത് കേന്ദ്ര സർക്കാരിന് അനുകൂലവുമാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടില്ലേ സർക്കാരിന് ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങളുടെ ഏറ്റവും മിടുക്കനായ ആളെ തന്നെ ഞങ്ങൾ വിട്ടുകൊടുത്തു, അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന് വലിയ മൈലേജ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇവർ ഈ കുശുമ്പും കുന്നായ്മയും കുതികാൽകെട്ടും മാത്രം അറിയാവുന്ന ഈ വൃത്തികെട്ട ആൾക്കൂട്ടം ചെയ്യുന്നത് എന്താണ്? തരൂരിനെ എങ്ങനെയെങ്കിലും ഓടിച്ചു വിടുക, തരൂരിനെ ആക്ഷേപിക്കുക, തരൂർ BJPക്ക് അനുകൂലമാണെന്ന് പറയുക. BJPക്ക് അല്ലല്ലോ തരൂർ അനുകൂലമായിരിക്കുന്നത്, തരൂർ രാജ്യത്തിന് അനുകൂലമായിട്ടല്ലേ, രാഷ്ട്രത്തിന് അനുകൂലമായിട്ടല്ലേ. ആ നിലപാടിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഏതായാലും പ്രധാനമന്ത്രി വളരെ തൃപ്തനാണ്. അദ്ദേഹത്തെ ഏൽപ്പിച്ച പരിപാടികളെല്ലാം വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടാണ് റഷ്യയിലേക്കുള്ള ഒരു ദൗത്യമായിട്ട് പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചിട്ട് ഒറ്റയ്ക്ക് 1-to-1 ആയിട്ട് സംസാരിച്ചിട്ടാണ് മോദി തരൂരിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. തരൂരിനെ വെറുതെ റഷ്യയിലേക്ക് വിടുമ്പോൾ വെറുതെ പറഞ്ഞു വിട്ടൊന്നുമല്ല. നമുക്ക് റഷ്യയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി കിട്ടാനുണ്ട്. നമ്മുടെ S-400 കാര്യമുണ്ട്, ആയുധങ്ങളുടെ കാര്യമുണ്ട്. അപ്പോൾ വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒപ്പം തരൂരിനെ കൂടെ വിട്ട് അവർ സംസാരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാനുള്ള ചർച്ച കൂടി ഉണ്ടാവും തരൂരിലൂടെ മോദി ലാക്കാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വിദേശകാര്യമന്ത്രിയും നമ്മുടെ പ്രതിരോധ മന്ത്രിയും നടത്തിയിട്ടുള്ള ചർച്ചകളെ ക്ലോസ് ചെയ്യിക്കാൻ, അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് തരൂരിനെ വിട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രാജ്യത്തിന് ഗുണമാണ്. സൈനിക സഹായം ഉൾപ്പെടെ, ആയുധങ്ങൾ ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോവുകയാണ്. അതിൽ തരൂരിൻ്റെ ഒരു കയ്യൊപ്പം കൂടി ഉണ്ടാവുന്നു എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ്. കോൺഗ്രസും സത്യത്തിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. പക്ഷേ എന്തു ചെയ്യാം, കോൺഗ്രസ് ഈ പപ്പുവിൻ്റെ പാർട്ടി ആയിപ്പോയില്ലേ. ഏതായാലും മോദി തൃപ്തനാണ്. മോദി അദ്ദേഹത്തിന് ചില പദവികൾ കൊടുക്കും എന്നാണ് പറയുന്നത്. അതിലൊന്ന് G20 ഷെർപ്പ. G20 രാജ്യങ്ങൾ 20 രാജ്യങ്ങളാണുള്ളത്. ആഫ്രിക്കൻ യൂണിയനും യൂറോപ്യൻ യൂണിയനും ചേർന്ന് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20 എന്ന് പറയുന്നത്. അതിനകത്ത് ലോകത്തിലെ 65% ജനങ്ങളും ഈ G20യുടെ പരിധിയിൽ വരും. G20 രാജ്യങ്ങളുടെ പരിധിയിൽ വരും. ലോക ജനസംഖ്യയുടെ 65% പറഞ്ഞാൽ ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗവും G20 രാജ്യങ്ങളിലാണ്. 65% എന്ന് പറയുമ്പോൾ അപ്പോൾ 20 രാജ്യങ്ങളല്ല, ഇപ്പോൾ വന്നിട്ട് 20-ലേറെ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ G7 ഇന്ത്യ ഇല്ലെങ്കിൽ പോലും G7 ഉച്ചകോടിയിൽ ഇന്ത്യ വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ G20 കൂടുമ്പോൾ നമ്മൾ അതിൽ മെമ്പർമാരല്ലാത്ത മറ്റു രാജ്യങ്ങളെ കൂടെ അതിനകത്ത് G20യിലേക്ക് വിളിക്കാറുണ്ട്. ഏതായാലും G20യിലെ അധ്യക്ഷ സ്ഥാനം നമുക്ക് ഇന്ത്യക്കാണല്ലോ. അപ്പോൾ നമ്മൾ അത് ഗംഭീരമായി നമ്മളത് കൊണ്ടാടി. വലിയ ആഘോഷമായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളിലും G20യുടെ ലോഗോയൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വർഷക്കാലം നമ്മൾ അത് ആഘോഷമായി കൊണ്ടുപോയത്. ഇപ്പോൾ G20 ഷെർപ്പ എന്നൊരു പദവി ശശി തരൂരിന് കേന്ദ്ര സർക്കാർ നൽകാൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്
എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് G20 ഷെർപ്പ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. G20 യോഗങ്ങളുടെ അവസാന ഘട്ടമാണ് രാജ്യത്തലവന്മാർ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റുമാർ. ഇപ്പോൾ ഇന്ത്യയിലാകുമ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്, എന്നിട്ടാണ് പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പിടുന്നത്. പക്ഷെ അതിനു മുമ്പേ ചർച്ചകളൊക്കെ നടക്കും. ഈ യോഗത്തിൽ ഇപ്പം നമ്മളൊരു 5 ദിവസത്തെ G20 മീറ്റിംഗ് ഡൽഹിയിലോ എവിടെയെങ്കിലും നടന്നാൽ ആ 5 ദിവസം കൊണ്ട് എടുക്കുന്ന തീരുമാനമല്ല നമ്മൾ അറിയാൻ പോകുന്നത്. ആ 5 ദിവസം കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളിലേക്ക് എത്താൻ ചിലപ്പോൾ ഒരു 6 മാസം 1 വർഷം മുമ്പ് ചർച്ചകൾ ആരംഭിക്കും. അങ്ങനെ ചർച്ചകളിൽ പങ്കെടുക്കാൻ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന ആളാണ് ഷെർപ്പ. എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സമ്മേളനം കൂടുമ്പോൾ പ്രധാനമന്ത്രി പങ്കെടുത്ത് ഒപ്പിടും. അതിനു മുമ്പ് നടക്കുന്ന ചർച്ചകളിൽ, യോഗങ്ങളിൽ, അതിനു മുമ്പ് ഒരുപാട് മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടാണ് ഈ ഫൈനൽ മീറ്റിംഗ് G20 മീറ്റിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതിനു മുമ്പ് നടക്കുന്ന സമ്മേളനങ്ങളിൽ രാജ്യത്തിന് വേണ്ടി പങ്കെടുക്കുന്ന ആളാരാണ്? ഷെർപ്പ. അപ്പോൾ പ്രധാനമന്ത്രിയാണ് അവസാനം പോകുന്നത്. പ്രധാനമന്ത്രിക്ക് വേണ്ടി അതിനു മുമ്പ് പോകുന്ന ആരാണ്? G20 ഷെർപ്പയാണ്. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പ്രതിപുരുഷൻ. പക്ഷെ അങ്ങനെയൊക്കെ പോകുമ്പോൾ, അങ്ങനെ ഒരു പദവി കൊടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ഇയാളെ എതിർക്കില്ലേ? അല്ലെങ്കിൽ ഇയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കില്ലേ? അല്ല, കോൺഗ്രസ്സിന് ഇപ്പം നമ്മുടെ പാർലമെൻ്ററി കമ്മിറ്റികളുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റിയിൽ ശശി തരൂർ വിദേശകാര്യ പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ആരാണ് ശശി തരൂരിൻ്റെ പേര് നിർദ്ദേശിച്ചത്? കോൺഗ്രസ് പാർട്ടിയാണ്. വിദേശകാര്യ പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷനായിട്ട് ശശി തരൂരിൻ്റെ ഈ ലോക ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഉള്ള എക്സ്പെർട്ടൈസ് പരിചയം കണക്കിലെടുത്ത് നിർദ്ദേശിച്ചത് കോൺഗ്രസ്സാണ്. അപ്പോൾ ആ വിദേശകാര്യ പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷനെ സർക്കാർ നിയോഗിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് കോൺഗ്രസ് തെറ്റുപോയി. കാരണം കോൺഗ്രസ് ഏൽപ്പിച്ച നിങ്ങൾ പറഞ്ഞിട്ടാണല്ലേ തരൂരിനെ വെച്ച്. ആ തരൂരിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. തരൂരിനും പറയാൻ പറ്റുമോ നിങ്ങളല്ലേ എന്നെ പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കിയത്, അപ്പം ഞാനിതൊക്കെയല്ലേ ചെയ്യേണ്ടത് എന്ന് തരൂർ തിരിച്ച് ചോദിച്ചാൽ കോൺഗ്രസിന് മിണ്ടാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് G20 ഷെർപ്പ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതിപുരുഷൻ. പ്രധാനമന്ത്രിക്ക് വേണ്ടി ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രിക്ക് തത്തുല്യമായ പദവിയിൽ പോയി സംസാരിക്കാൻ അവസരം കിട്ടുന്ന വേഷമാണ് G20 ഷെർപ്പ എന്ന് പറയുന്നത്. അത് അത്യുന്നതമായ ഒരു പോസ്റ്റാണ്. ഇത് മാത്രമല്ല, ഈ ഷെർപ്പ എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ഒരു ഗോത്രമോ ജാതിയോ മറ്റാണ്. അവരാണ് ഹിമാലയം കയറാനായിട്ട് സഹായിക്കുന്നവർ. അപ്പോൾ വലിയ രാജ്യങ്ങൾ തമ്മിലൊക്കെ പല കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹിമാലയം പോലുള്ള പ്രതിസന്ധികളുണ്ട്. ഇതിനെയൊക്കെ മറികടക്കുന്നവരാണ് ഷെർപ്പകൾ. അതുകൊണ്ടാണ് ഈ ഓരോ രാജ്യത്തിൽ നിന്നും രാഷ്ട്രത്തലവന്മാർ അന്തിമ കരാറും അന്തിമ ചർച്ചയും നടത്തുന്നതിനും തൊട്ട് മുമ്പ് വരെയുള്ള ചർച്ചകളും കരാറുകളും ഉണ്ടാക്കാൻ നിയമിക്കപ്പെടുന്ന ആളുകളെ ഷെർപ്പ എന്ന് വിളിക്കാൻ കാരണം അതാണ്. അത്ര ദുർഘടമായ കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിക്കപ്പെടുന്ന പരമപ്രധാനപ്പെട്ട ആളുകളാണ് ഷെർപ്പകൾ. അത്തരമൊരു പോസ്റ്റ് തരൂരിന് ഓഫർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അതൊന്ന്. മറ്റൊന്ന് പറയുന്നത് അമേരിക്കയിലെ അംബാസഡറായിട്ട് ശശി തരൂരിന് ചിലപ്പോൾ ഒരു ഓഫർ കൊടുക്കും എന്ന് പറയുന്നു. തരൂരിൻ്റെ മുന്നിൽ ഒരു പ്ലേറ്റിൽ കുറേ വിഭവങ്ങൾ വെക്കാൻ പോവുകയാണത്രേ. അതിൽ നിന്ന് തരൂരിന് ഇഷ്ടമുള്ളതെടുക്കാം. അതുമല്ലെങ്കിൽ ഇനിയിപ്പോൾ വിദേശകാര്യങ്ങൾ നോക്കാൻ പ്രത്യേകമായി ഒരു ബോഡി, മന്ത്രിസഭയല്ല, ഒരു വിദേശകാര്യ മന്ത്രിയുണ്ട്. അതുകൂടാതെ ഒരു വിദേശകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർലമെൻ്ററി സമിതി പോലത്തെയുള്ള ഒരു സമിതി ഉണ്ടാക്കുന്നു. അതിൻ്റെ സ്ഥിരം അധ്യക്ഷനായിട്ട് ശശി തരൂരിനെ ക്യാബിനറ്റ് റാങ്കോടെ നിയമിക്കാനുള്ള സാധ്യത പറയുന്നു. നയതന്ത്ര തലത്തിലേക്ക് നല്ല ബന്ധമുണ്ട്. നാലാമത്തെ സാധ്യത പറയുന്നത് കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. അത് പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷത്തിന് വേണമെന്നാണ്. പ്രതിപക്ഷത്തിനാണ് മുൻകാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷവും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഇത് ചോദിക്കാനുള്ള അംഗസംഖ്യ ഇല്ലായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഉണ്ടായത്. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് മുൻകാലങ്ങളിൽ പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കോൺഗ്രസ്സിന് വേണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടാം. അപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ വേണം, എന്നാൽ നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് ശശി തരൂരിനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ കോൺഗ്രസ് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എതിർക്കാനും പറ്റില്ല. ഞങ്ങൾ തീരുമാനിച്ചില്ലെന്ന് പറയാം. ഞങ്ങളുടെ പാർട്ടിയല്ലേ. ഈ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ശശി തരൂർ പോയി എന്നതിൻ്റെ പേരിൽ ശശി തരൂരിന് അയോഗ്യത കൽപ്പിക്കാനും പറ്റില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ്. അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് എത്തും. അപ്പോൾ ഒന്നെങ്കിൽ G20 ഷെർപ്പ, US അംബാസഡർ, അല്ലെങ്കിൽ വിദേശകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ, അതുമല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നീ പദവികളിൽ ഏതെങ്കിലും ശശി തരൂരിന് കിട്ടിയേക്കും എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ. ഇത് തരൂരാണ് തീരുമാനിക്കേണ്ടത്.
കേന്ദ്ര സർക്കാരും ആലോചിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്ഥിരീകരണം ഇല്ലാത്ത വാർത്തകൾ, പക്ഷേ ഒന്നുമില്ലാതെ തീയില്ലാതെ പുക വരത്തില്ലല്ലോ. അതുപോലെ ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് തരൂരിന് എടുക്കാം. അതിന് ഏറ്റവും വലിയ ഗുണം, ഇത് ഏത് സ്വീകരിച്ചാലും തരൂരിനെ കോൺഗ്രസിൽ പുറത്താക്കാൻ പറ്റില്ല, തരൂരിൻ്റെ MP സ്ഥാനം പോകത്തില്ല. കാരണം ഇതൊന്നും പാർട്ടിക്കെതിരല്ല, പാർട്ടിക്ക് കൊടുക്കുന്ന പദവിയായിട്ട്. അതെ, പാർട്ടി ഇനി പറയുക, പാർട്ടി പറഞ്ഞു അത് G20 ഷെർപ്പ ആകാൻ പറ്റില്ല എന്നും പറഞ്ഞ് പാർട്ടി ആവശ്യപ്പെട്ടു നിൽക്കട്ടെ. അത് തരൂർ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞ് തരൂരിൻ്റെ അംഗത്വം റദ്ദാക്കാൻ പറ്റില്ല. തരൂരിൻ്റെ അംഗത്വം റദ്ദാക്കണമെങ്കിൽ ഒന്നെങ്കിൽ പാർട്ടി വിടണം, അല്ലെങ്കിൽ ഒരു വിപ്പ് കൊടുക്കുന്ന പുറത്തെ കാര്യത്തിലല്ല, അകത്തെ കാര്യത്തിൽ പാർലമെൻറ്റിൽ എടുക്കുന്ന നിലപാട് സംബന്ധിച്ച് ഒരു വിപ്പ് കൊടുത്തിട്ട് വിപ്പ് അനുസരിക്കാതിരുന്നാൽ ഈ രണ്ട് സാഹചര്യത്തിലെ തരൂരിൻ്റെ MP സ്ഥാനം കളയാൻ പറ്റുള്ളൂ. G20 ഷെർപ്പ ആയാലും ഇനി US അംബാസഡറായിട്ട് പോകും, ഞാൻ തരൂർ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം MP സ്ഥാനമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്കയിൽ പോയി കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം G20 ഷെർപ്പയായിട്ടോ അല്ലെങ്കിൽ വിദേശകാര്യ പ്രത്യേക സമിതിയുടെ അധ്യക്ഷനായിട്ടോ അദ്ദേഹം വരാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. ഇതൊക്കെ തരൂർ തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും തരൂരിന് അദ്ദേഹത്തിൻ്റെ കഴിവിനും പ്രതിഭയ്ക്കും ശേഷിക്കും അനുസരിച്ചുള്ള ഒരു പദവി ഒരുങ്ങുന്നുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ തരൂർ G20 ഷെർപ്പയാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മലയാളിയെ കിട്ടുന്നു എന്നത് മലയാളിക്ക് അവസരം കിട്ടുന്നു എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ്. തരൂരിന് അവസരങ്ങളുടെ വാതിലുകൾ തുറന്ന് തന്നെ കിട്ടട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.